ഞാൻ പറഞ്ഞാൽ ഈ മന്ത്രിസഭയിൽ ഒരു സോഷ്യൽ ബാലൻസ് ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ മറിച്ച് UDF ആണ് അത് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും വലിയ വിവാദമായേനെ. UDF ഒരു 5ാമത്തെ മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുത്തപ്പോൾ എന്ത് വിവാദമാണ് കേരളത്തിലുണ്ടായത്. കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് വലിച്ചു കീറുന്ന തരത്തിൽ നടുറോട്ടിലിട്ട ആ വിഷയത്തെ വലിച്ചു കീറി അത് കമ്മ്യൂണലാക്കി. PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് മുന്നിൽ പ്രകടനം നടക്കുന്നു. ഒരു സ്പോൺസേർഡ് പ്രകടനം. 5ാം മന്ത്രിസ്ഥാനം ലീഗ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ 5ാം മന്ത്രിസ്ഥാനം കിട്ടിയേ അടങ്ങൂ എന്ന് ലീഗിലെ ഒരു വിഭാഗം. ലീഗ് അതിനെല്ലാം പച്ചക്കൊടി കാണിക്കുന്നു. 5ാം മന്ത്രിസ്ഥാനത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ പലതും ചെയ്തു കളയും എന്ന ഭീഷണി ലീഗിന്റെ ഭാഗത്ത് നിന്ന്. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? കോൺഗ്രസ് വഴങ്ങി, ലീഗിന് 5ാം മന്ത്രിസ്ഥാനം. ലീഗിന്റെ പിടിവാശിക്ക് കോൺഗ്രസ് കീഴടങ്ങി. മഞ്ഞളാംകുഴി മന്ത്രി അനൂപിനൊപ്പം നാളെ സത്യപ്രതിജ്ഞ. 5 മന്ത്രിമാർ എന്ന ആവശ്യം മന്ത്രിസഭാ രൂപവൽക്കരണ സമയത്ത് തന്നെ ലീഗ് ഉന്നയിച്ചതാണെന്ന് ഉമ്മൻചാണ്ടി. 5ാം മന്ത്രിസ്ഥാനത്തിനെതിരെ ആഞ്ഞടിച്ച് NSS. UDF വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സുകുമാരൻ നായർ. നെയ്യാറ്റിൻകര LDFന് അനുകൂലമാവും. 2 രാജ്യസഭാ സീറ്റും ന്യൂനപക്ഷങ്ങൾക്കാവുമെന്നും NSS ജനറൽ സെക്രട്ടറി. നാളെ കരിദിനം ആചരിക്കാൻ BJP ആഹ്വാനം. 5ാം മന്ത്രി വിവാദകാലത്ത് K മുരളീധരൻ നടത്തിയ ലീഗ് വിരുദ്ധ പ്രസംഗം, മുസ്ലിം ലീഗിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറി എന്നതടക്കമുള്ള പരാമർശങ്ങൾ അടങ്ങിയതാണ് പ്രസംഗം. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാതിൽക്കൽ നല്ലപോലെ മുട്ടി നോക്കി. അവസാനം അവർ ചവിട്ടി അവരെ പുറത്താക്കി. വാലിന്റെ മുമ്പിൽ കുറെ നേരം നിന്നു, ചവിട്ടി പുറത്താക്കി. ഇവിടെ വന്നപ്പോ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ജോർജ് മാഷ് 17,000 വോട്ട് ജയിച്ച തിരുവമ്പാടി ഉൾപ്പെടെ എഴുതി കൊടുത്തു. ഇത്രയും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് കണ്ടിട്ട് കഴിഞ്ഞിട്ടും ചിലർക്കൊക്കെ ഇന്നും മുറുമുറുപ്പാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരെ സ്വഭാവം കാണിക്കുന്നു. കൂടെ ഇരുന്ന് പാരവടിയുന്ന ഏർപ്പാട് അവസാനിപ്പിക്കേണ്ടവർ അവസാനിപ്പിക്കണം. സംസ്ഥാന പ്രസിഡന്റിനെ കാണുമ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് മടിക്കുത്തഴിച്ചിടുന്ന പാർട്ടിയാണ് എന്നൊക്കെ ഞങ്ങൾക്ക് നാളെ പറയേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഈ ആക്രാന്തം കാണിക്കരുത്. വീടുകളൊക്കെ 4 കിട്ടിയാൽ പോരാ 5 വേണം, 5 കിട്ടിയാൽ പോരാ 6 വേണം. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. 2004ഉം 2006ഉം ഒക്കെ ഒന്ന് ഓർക്കണം. ഇപ്പൊ ഇവിടെ തന്നെ ഈ ചില ആക്രാന്തങ്ങളൊക്കെ കാണിച്ചപ്പോ ചിലന്റെയൊക്കെ സെക്കുലർ കാഴ്ചപ്പാടിന് കോട്ടം തട്ടിയില്ലേ? പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ മലന്ന് കിടന്ന് തുട്ടിയാൽ അത് സ്വന്തം മേത്ത് വീഴുമെന്ന് കോമൺ സെൻസ് ഉള്ള കോൺഗ്രസിന് അറിയാം. ഇവിടെ മുക്കത്ത് പ്രകടനം നടത്തുക മാത്രമല്ല, ഇവിടെ ചില ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിപ്പിക്കുകയും ചെയ്തു. അയാളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് സ്ഥലത്ത് എന്നാലും ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ 10 ഞങ്ങൾ അങ്ങോട്ട് പറയും. ഇവിടെ ചിലർ പറയുന്നല്ലോ വീരവാദം കൊടുക്കണ്ടല്ലോ, മുരളീധരനെ ഞങ്ങൾ ശരിയാക്കുന്നു. ഈ സാധനം എന്റെ നിയോജനത്തിലില്ല. ഈ സാധനം എന്താണ് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതേസമയത്ത് ഇവിടെ നമ്മൾ ചെയ്താൽ ചിലതൊക്കെ നടക്കുകയും ചെയ്യും. മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. അന്ന് മലബാറിൽ 2 or 3 സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച CK ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും. CK ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്തെ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട്. വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം, ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണ രേഖ വേണം എന്നുള്ള CK ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കോഴിക്കോട് വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. മതേതരത്വത്തിൽ കോൺഗ്രസ് വെള്ളം ചേർക്കുന്നുണ്ടോ എന്ന സംശയം സംസ്ഥാനത്തുണ്ടായെന്ന് AK ആന്റണി. ചില പ്രത്യേക സമൂഹങ്ങളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടായിരിക്കുന്നു. ഭരണത്തിലിരിക്കുന്നവരും പാർട്ടിയും യഥാർത്ഥ മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്നും CKG അനുസ്മരണത്തിൽ AK ആന്റണി പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടത്തിയ പ്രസ്താവന പോലെ എല്ലാം തെളിച്ചു പറഞ്ഞില്ലെങ്കിലും സർക്കാരിനും പാർട്ടിക്കും മുന്നണിക്കും AK ആന്റണി കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു. നമ്മൾ പറയുന്ന മതേതരത്വത്തോട് എവിടെയോ ഒരു വിശ്വാസക്കുറവ് പലർക്കും ഉണ്ടാകുന്നു. നമ്മൾ ശരിക്കും മതേതരവാദികളാണോ? വെള്ളം ചേർക്കുന്നുണ്ടോ? എല്ലാവരോടും നീതി ചെയ്യുന്നുണ്ടോ? അതോ പ്രത്യേക ആൾക്കാരുടെ കൂടുതൽ താല്പര്യമുണ്ടോ? കോൺഗ്രസിന്റെ മതേതരത്വം എല്ലാത്തരം ജാതിമതക്കാരും ഒരുപോലെ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സർക്കാരിന് ആന്റണി നൽകുന്ന ഉപദേശം ഇങ്ങനെ: അതുകൊണ്ട് ഭരണത്തിലിരിക്കുന്നവരായാലും നമ്മുടെ പാർട്ടി ആയാലും
മതേതരത്വത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്കിടെ പ്രവർത്തിക്കാൻ ബാധ്യതയുണ്ട്. ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം. ആരോടും കൂടുതൽ അടുപ്പം കാണിക്കുന്നു, ആരെയും കൂടുതൽ ഭയപ്പെടുന്നില്ല. സാമുദായിക സാമൂഹ്യ നീതിയിൽ പാർട്ടിയും സർക്കാരും വിട്ടുവീഴ്ച ചെയ്യരുത്. ഉമ്മൻചാണ്ടി സർക്കാരിൽ സ്വാധീന ശക്തി ആരെന്ന പ്രചാരണമുണ്ടാകുന്ന വേളയിലാണ് ആന്റണിയുടെ മുന്നറിയിപ്പും ഉപദേശവും. 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം. അത് തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിൽ 33 സ്കൂളുകൾ കൊടുക്കുന്ന കാര്യമാണ്. എല്ലാ ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം. 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണോ ഈ 33 സ്കൂള്? ഇപ്പൊ ധൃതി എന്താ? ഇപ്പൊ തന്നെ കൊടുക്കണോ ധൃതി എന്താ? കേരളത്തിന്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നോക്കണ്ടേ? വീണ്ടും നമുക്കൊരു മറ്റ് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു കൺസോളിഡേഷൻ ഒക്കെ ഇടവരുന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇപ്പൊ തന്നെ ഇത് ചെയ്യണം.